ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ വെച്ചെടുത്തു. അതിന് ശേഷം ഇത്തിരി നേരം ഇരുന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി രാവിലത്തേക്കും ഉച്ചക്കലേക്കും വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് ചായയെല്ലാം കുടിച്ചു. അതിന് ശേഷം നമ്മൾ വന്നതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അരക്കപ്പ് വെള്ളപ്പയർ ഇന്നലെ രാത്രി കുതിർക്കാനിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുതിർക്കാണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വെള്ളപ്പയർ വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം വേണ്ട കേട്ടോ. നമ്മുടെ വെള്ളപ്പയറിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. കുതിർത്ത വെള്ളപ്പയറാണെങ്കിൽ വേഗം കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് ഞാനൊരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് പച്ചക്കറികൾ മുറിച്ചെടുക്കാനുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു വാഴയ്ക്ക മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വലിയ പീസായിട്ട് മുറിച്ചെടുക്കണ്ട, ഒരുവിധം ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. ഈ സമയം നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്താണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്ന് അടുക്കി പിടിക്കും. അപ്പം ഞാൻ നമ്മുടെ വാഴയ്ക്കയുടെ വാലും തലയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തോലൊന്നും കളയുന്നില്ല കേട്ടോ. തോല് കളയാണ്ടാണ് ഞാൻ കൂടുതലും നമ്മുടെ വാഴയ്ക്ക ഉപയോഗിക്കാറുള്ളത്. പിന്നെ അത് ഞാൻ 3 കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ അത്ര ചെറിയ പീസായിട്ടല്ല, എന്നാലും ഒരുവിധം ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വാഴയ്ക്ക കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ പച്ച മത്തനുണ്ട് കേട്ടോ. അതൊരു കഷ്ണം, ഇത് മുഴുവനായിട്ട് വേണ്ട കേട്ടോ, ഇതിൻ്റെ പകുതി മതി. അപ്പോൾ അതുകൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തോലൊന്നും കളയുന്നില്ല കേട്ടോ. അതിൻ്റെ കുടൽ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തോലോടുകൂടി തന്നെ നമ്മൾ അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മത്തനും വാഴയ്ക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ചെറിയുള്ളി നമ്മൾ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ വേണം കേട്ടോ. തൊലിയല്ല, കുറച്ച് കൂടുതൽ വേണം നമ്മുടെ ചെറിയുള്ളി. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളപ്പയറൊക്കെ നന്നായി വെന്ത് വന്നു. ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, പാകം പോലെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മുടെ വാഴയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാഴയ്ക്ക കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ചേർത്ത കാരണം ഇപ്പിന് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ബാക്കി ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മുടെ വാഴയ്ക്ക നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ അതവിടെ വേകാൻ ഇട്ടതിന് ശേഷം നമ്മൾ ആ തൊലിച്ച് മാറ്റിയുള്ള ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിൽ അടിച്ചെടുക്കണ്ട, നമ്മളിങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ചതക്കലൊക്കെ കഴിഞ്ഞു. അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ പാലെല്ലാം നന്നായി തന്നെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ ആവിയും വിസിലെല്ലാം പോയതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ. നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ കറിക്ക് നല്ല മണവും ടേസ്റ്റും ഉണ്ടാവാറുള്ളത്. ഇപ്പം നോക്കിയപ്പോൾ നമ്മുടെ വാഴയ്ക്കും നമ്മുടെ വെള്ളപ്പയറും പാകം പോലെ തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ച് മാറ്റി വെച്ച് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ ചെറിയുള്ളി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നന്നായി തന്നെ വതങ്ങിയതിന് ശേഷം നമ്മൾ മുളക് നമ്മുടെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, അതുപോലെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് ഇത് രണ്ടിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളപ്പയറും വാഴയ്ക്കയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായി തന്നെ നമ്മുടെ വാഴയ്ക്കയും അതുപോലെ നമ്മുടെ കടുക് വറവും എല്ലാം കൂടെ നന്നായി തന്നെ യോജിച്ച് വരുമ്പോൾ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മെഴുക്ക് വരട്ടിക്ക്. അപ്പോൾ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ തീയിൽ കുറച്ച് നേരം അങ്ങോട്ട് കിടക്കട്ടെ കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റായി വരിക. അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് റെഡിയായി വരട്ടെ.
പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ വീണ്ടും അതൊന്ന് ഇളക്കി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമ്മളിതിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്ര തന്നെയുള്ളൂ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ അതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മത്തനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ മട്ടനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഒന്നുകൂടെ വെള്ളമൊഴിച്ച് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ മൺചട്ടിയിലേക്ക് നമ്മൾ മത്തൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണേൽ വെള്ളപ്പയറും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ മത്തൻ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് വെള്ളത്തിലിട്ടതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഓർമ്മ വന്ന കുറച്ച് വെള്ളപ്പയർ ഇതിലും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇടായിരുന്നു എന്ന്. പിന്നെ ഞാൻ ഇതിലിട്ടില്ല, ഇത് തനിച്ച് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ മത്തൻ വേവാനിട്ടു. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തു, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്നിട്ട് നമ്മുടെ മത്തനൊക്കെ നന്നായി തന്നെ വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് വേവാൻ വിട്ടിട്ടുണ്ട്. അതിന് ശേഷം വന്നിട്ട് വേഗം തന്നെ നമ്മളൊന്ന് മിറ്റം അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാഞ്ചു വന്ന് പാലൊക്കെ കുടിച്ചിട്ട് മതിലിൻ്റെ മേലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് മിറ്റം അടിക്കാൻ പോകുന്നതിന് മുമ്പേ അവൾ നമ്മുടെ മുന്നിൽ പോയിട്ട് കണ്ടോ മതിലിൻ്റെ മുകളിൽ കയറി കിടക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ഫോൺ കണ്ടപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം തന്നെ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം വരുമ്പോഴേക്കും തന്നെ നമ്മുടെ മത്തനൊക്കെ നന്നായി തന്നെ വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മത്തൻ വെച്ചിട്ടുള്ള ഓലനാണ് ചെയ്യുന്നത്. വെള്ളപ്പയർ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടപ്പോൾ അത് ഉപ്പേരിക്ക് മാത്രം എടുത്തു, പിന്നെ ഇതിലിടാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളപ്പയറും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മുടെ പാൽ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിന് മധുരം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ട് തേങ്ങാപ്പാൽ എടുത്ത കാരണം നമ്മളൊന്ന് തിളപ്പിച്ചെടുത്താലും പിരിഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ തിള അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയെല്ലാം ചേർത്തിട്ട് നമ്മുടെ ഓലനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ എന്താ പറയുക മത്തനോലൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ നമ്മൾ ഇന്നലത്തെ പുളുങ്കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേറെ കറികളൊന്നും വെച്ചിട്ടില്ല. മത്തനോലനും നമ്മുടെ വെള്ളപ്പയറും വാഴയ്ക്കയും കൂടിയുള്ള മെഴുക്ക് പുരട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇറക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 4-5 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തില്ല അശ്വിൻ കഴിക്കുന്നതിന് കാരണം പച്ചമുളക് ചേർത്ത് കൊടുത്തില്ല കേട്ടോ. പിന്നെ മുളക് പൊടിയില്ല, ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ ജീരകം അതുകൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് തട്ടടയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 പ്രാവശ്യമൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ലൂസായി കുഴച്ചതിന് ശേഷം നമ്മളത് ഇലയിൽ തട്ടിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇലയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാത്രമേ നമ്മൾ കല്ലിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഇലയിൽ നിന്ന് വേഗം വിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലിൽ കുറച്ച് എണ്ണ കൂടെ തേച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് വരും. അങ്ങനെ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കും പോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇലയിൽ നിന്ന് നന്നായി തന്നെ വിട്ട് വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ തട്ടട ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പുളുങ്കറി ഉണ്ട് പറഞ്ഞില്ല, അതൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തട്ടടയ്ക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇന്നലെ കുറച്ച് മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിക്കറി ബാലൻസ് ഉണ്ടായിരുന്നു, അത് കൂട്ടിയിട്ടാണ് കേട്ടോ കുട്ടികളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അവർക്ക് രണ്ടാൾക്കും ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞാൻ വേഗം തന്നെ ചോറെല്ലാം ഒന്ന് എടുത്തിട്ട് വന്ന് നമ്മുടെ അശ്വിനും അക്ഷയ്ക്കൊക്കെ ചോറൊന്നും ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മൾ തട്ടട ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ തട്ടടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം തന്നെ അവർക്ക് രണ്ടാൾക്കും ഭക്ഷണമൊക്കെ ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ. രണ്ടാളും ഭക്ഷണമൊക്കെ കഴിച്ചു.
പിന്നെ അങ്ങനെ നമ്മൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ ആക്കി. ഇപ്പം നമ്മുടെ തട്ടട റെഡിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ അതെല്ലാം പാത്രത്തിലാക്കി പാത്രമൊക്കെ ഒന്ന് അടച്ച് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ പാത്രം മാറ്റി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മാറ്റി പിന്നെ ശരിയായിട്ടുള്ള പാത്രമൊക്കെ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയായി അവർക്ക് രണ്ടാൾക്കും ആക്കി കൊടുത്തു. അതിന് ശേഷം പിന്നെ നമ്മുടെ അക്ഷയ പോയിട്ട് സ്കൂളിലേക്ക്. അപ്പോൾ ഇന്ന് പാഞ്ചു നേരത്തെ വന്നിട്ട് പോയിട്ട്, അതുകൊണ്ടാണ് നമുക്ക് പാഞ്ചുവിനെ കാണാത്തത്. അങ്ങനെ അക്ഷയ പോയി. അതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിൻ നേരത്തെ ഭക്ഷണം കഴിച്ചുമല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് അവനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ അവനും റെഡിയായി. പിന്നെ അവനും നമ്മൾ ചോറെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവനും നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അങ്ങനെ അശ്വിനും വേഗം തന്നെ സ്കൂളിലേക്ക് പോയി കേട്ടോ. അതിന് ശേഷം പിന്നെ അവനെയൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം പിന്നെ ഞാനും ഏട്ടനും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. തട്ടട തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കുക, അതുപോലെ പച്ചമുളക്, എന്താ പറയുക, തേങ്ങ. നമ്മൾ തേങ്ങയും ഉള്ളിയും മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ, ജീരകവും. നിങ്ങൾക്ക് ബാക്കി 2 ഐറ്റംസും കൂടെ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒരുപാട് കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പറയുമ്പോൾ ദിവസം ഇതൊക്കെ തന്നെയാണ് പണി. പക്ഷേ എത്ര ചെയ്താലും ഇങ്ങനെ പണികളൊന്നും നമ്മൾ കാണില്ല അല്ലേ. കഴുകിയ പാത്രം തന്നെ ഒരു ദിവസം എത്ര മാറി കഴുകണമെന്ന് തന്നെ നമുക്കറിയില്ല. അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒരു ദിവസം എത്ര പ്രാവശ്യം തുടയ്ക്കുന്നൊന്നും നമുക്കറിയില്ല. അത് ചെയ്താലും ആ പണിയൊന്നും കാണൂല അല്ലേ. എപ്പോഴും നമുക്ക് ഇതൊക്കെ തന്നെയാണ് പണി, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണിക്കാനുള്ളതും. അങ്ങനെ നമ്മൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വേഗം തന്നെ ഒന്ന് കഴുകിയെടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ താഴെയെല്ലാം ഒന്ന് അടിച്ച് നമ്മുടെ ചാക്കൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം വേഗം വന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതൊരു ദിവസം ചുരുങ്ങിയതൊരു 5-6 പ്രാവശ്യമെങ്കിലും തുടയ്ക്കില്ലേ. അതൊന്നും നമുക്ക് കാണില്ല, പക്ഷേ തുടയ്ക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മൾ കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ കോലായൊക്കെ ഒന്ന് അടിച്ചെടുത്തപ്പോഴാണ് നമുക്ക് ചായ കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തട്ടടയിൽ കഴിച്ചത്. അപ്പോൾ പിന്നെ അതിലൂടെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം തന്നെ ചായ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് ചായ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.